അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നല്ല രുചികരമായ ഒരു ബ്രെഡ് പോളയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ പല രീതിയിലുള്ള പോളകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ വ്യത്യസ്തമായി നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റായ ബ്രെഡ് പോളയാണ് ചിക്കൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ബ്രെഡ് പോള, നമുക്ക് കുറച്ച് ചിക്കനും ബ്രെഡും കുറച്ച് അതിലേക്ക് കുറച്ച് മസാലക്കൂട്ടും ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുക നല്ല സോഫ്റ്റായ ബ്രെഡ് പോളയാണ്. നല്ല മസാലകളൊക്കെ ഇട്ടിട്ട് നല്ല രുചികരമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്സാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൊണ്ടും നമ്മുടെ മക്കൾക്ക് രുചികരമായി നമുക്ക് ഫ്രഷായി വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതിനായി കുറച്ച് ചിക്കൻ എല്ലില്ലാതെ പിച്ചെടുത്തത് ഒരു ഏകദേശം ഒരു 200 ഗ്രാമൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലുണ്ടാവാൻ പാടില്ല, വെറും അതിൻ്റെ ഇറച്ചി കഷ്ണം മാത്രം ആവണം. അത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി, അതുപോലെ 1 ടീസ്പൂണ് കോൺഫ്ലവർ, 1 ടീസ്പൂണ് മൈദ മാവ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, 1 പച്ചമുളക്, ഇതും കൂട്ടി ചതച്ചെടുത്തതാണ് കേട്ടോ. ഇത് എരിവുള്ള മുളക് വേണമെങ്കിൽ കുറച്ച് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ നമ്മൾ കുഴച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മാവ് കുഴച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. കുറേ സമയം വേവിച്ചെടുക്കാനൊന്നുമില്ല, ഒന്ന് മൂടി വെച്ച് വേവിച്ചാലും മതി. അതല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ ഇട്ടാണെങ്കിൽ നമ്മൾ നിൽക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വേവായി കിട്ടി. ഞാൻ മൂടി വെച്ചൊന്നും വേവിച്ചിട്ടില്ല, തിരിച്ചു മറിച്ചിട്ട് ഫ്ലെയിം കുറച്ചും വേവിച്ചെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കാൻ പോവുകയാണ്. ഈ ഫ്രൈ ചെയ്ത് കൊടുത്ത എണ്ണയുണ്ടല്ലോ, ആ എണ്ണ തന്നെ പിന്നെ നമ്മൾ വേറൊരു പാനിലേക്ക് വെച്ചിട്ട് ഇത് ഉള്ളിയൊക്കെ ഞാൻ ഒരു വലിയ ഉള്ളിയും ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി കേട്ടോ, അങ്ങനെ 2 വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ആ എണ്ണയിലേക്ക് വഴറ്റി കൊടുക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഏകദേശം ഒരു ഹാഫ് വാടൽ വാടണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചെറിയ പീസുകളാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതും ഇതിലേക്കിട്ട് വഴറ്റി കൊടുക്കേണ്ടത്. നേരത്തെ എണ്ണയിലേക്ക് ആദ്യം ഇട്ടിട്ട് വഴറ്റിയാലും മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമണക്കം ഒന്ന് പോകുന്നത് വരെ ഒന്ന് എണ്ണയിൽ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിലേക്കൊക്കെയുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മസാലയിലേക്കുള്ള പിന്നെ ഞാൻ 2 എരിവുള്ള പച്ചമുളക്, കറിവേപ്പില, ഒരു ക്യാരറ്റ്, ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്താണ്. നിങ്ങൾക്ക് ക്യാരറ്റ് വേണ്ടെങ്കിൽ ക്യാപ്സിക്കം മതിയെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഏതിനോടാണ് താല്പര്യമെങ്കിൽ അതിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വാടണമെന്നില്ല, എന്നാലും ഒരു ഹാഫ് വാടൽ എന്തായാലും വാടിയിരിക്കണം. ഇതിലേക്ക് നമ്മൾ എരിവിനായി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് എരിവിനിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കനിൽ കാശ്മീരി ചില്ലി, ചുമന്ന മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ എരിവുണ്ട്. അപ്പോൾ നമുക്ക് നല്ല എരിവ് വേണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക്, പച്ചമുളക് കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് താല്പര്യമില്ലെങ്കിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ ടൊമാറ്റോ കച്ചപ്പുണ്ട്, ഇതിൻ്റെ പേക്കാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ടൊമാറ്റോ സോസ് നമുക്ക് കുപ്പിയിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇതൊരു ടീസ്പൂൺ എന്തായാലും ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ മധുരവും എരിവും ഒക്കെ പാടെ കൂടുമ്പോൾ നല്ല ചിക്കനൊക്കെ പാടെ കൂടുമ്പോൾ അങ്ങനത്തെയാണ് നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടം ഉണ്ടാവുക. അവർ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഒക്കെ ഹോട്ടലിൽ പോയൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ മധുരവും പിന്നെ തക്കാളി സോസിൻ്റെ മധുരമൊക്കെ നല്ല ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്നാക്സാണ് ഇത് കേട്ടോ. നല്ല രുചികരമായി നമുക്ക് കഴിക്കാം. കുറച്ച് മല്ലിച്ചപ്പാണ്
മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഞാൻ വളരെ കുറച്ച് കൊടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. നല്ലപോലെ കൂട്ടി കൊടുത്താൽ നമ്മൾ മസാലകളൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം സൈസ് ഫ്ലെയിമിലാക്കിയിട്ട് വേണം എല്ലാം ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയുള്ള ഒരു സ്നാക്സാണിത് കേട്ടോ. ഒരു ചിക്കൻ പോളയാണിത്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, ഇതും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് എണ്ണ കുറവാണ് തോന്നി, നല്ലതുപോലെ എണ്ണയുടെ ആവശ്യമില്ല. എണ്ണ കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ആ കുരുവൊന്നുമില്ലാതെ ഒരു ചെറുനാരങ്ങയുടെ മുറി, അതും ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചു കൊടുക്കുന്നത്. ഇത് വലിയ സൈസ് മുട്ടയാണ്. 2 മഞ്ഞക്കരു വീതം ഈ മുട്ടയിലുണ്ട് കേട്ടോ. ഇതിൻ്റെ വലിപ്പം കണ്ട് നിങ്ങൾ. ഇതിന് നമ്മുടെ സാധാ മുട്ടയുടെ വില തന്നെ ഉള്ളൂ. ഇത് ഗിരിരാജ കോഴിയില്ലേ, ഈ ഗിരിരാജ എന്നൊക്കെ പറയും, അങ്ങനത്തെ വലിയ സൈസ് ഉയരമുള്ള കോഴികളുടെ മുട്ടയാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങട്ടോ. ഇതിൽ 2 മഞ്ഞക്കരു ഉണ്ടാവും. നമുക്ക് വളരെ ഉപകാരപ്പെടും കേട്ടോ. ഇത് ഇങ്ങനത്തെ മുട്ട വാങ്ങിയാൽ നല്ല ഇതാണ്, മുട്ടയുടെ അതേ രുചി തന്നെയാണ്. പക്ഷേ നമുക്ക് 2 മഞ്ഞക്കരു ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്തി കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുരുമുളക് ഉപ്പിട്ടിട്ട് ഇതൊക്കെ നമുക്ക് ഇതിന് ടേസ്റ്റ് കൂട്ടാനാണ്. അപ്പോൾ ഇതും മുട്ടയും പാലും ഇതിൽ ചേർത്തണം. അപ്പോൾ മുട്ടയും പാലും നിങ്ങൾക്ക് ഇതിൽ മൊത്തത്തിൽ നമുക്ക് ഈ ബ്രെഡ് മുക്കിയെടുക്കാൻ തികയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിലേക്കായി കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കും. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം പാലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ബ്രെഡെല്ലാം മുക്കിക്കിട്ട് തികയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറേ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റായി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട്, അപ്പോൾ ഇതിലേക്ക് കുറച്ച് പാലും ഈ മുട്ടയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മളെ ബ്രെഡെല്ലാം ഇതിൽ മുക്കിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ ഈ ഒരു പാനിലാണിത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാനിനനുസരിച്ച് വേണം നമുക്ക് ബ്രെഡ് എടുക്കാം. അപ്പോൾ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ഈ മുട്ടയിൽ നല്ലതുപോലെ മുക്കി എടുത്തിട്ട് വേണം ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിന് ഇട ഉണ്ടാവാനേ പാടില്ല കേട്ടോ. അത് ഫുള്ളും ബ്രെഡ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കണം. മസാല പുറത്താകാൻ പാടില്ല. ഫുള്ളും ബ്രെഡിനാൽ നമ്മൾ ചട്ടിയിൽ മൊത്തത്തിൽ സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ ബ്രെഡും മുട്ടയിൽ മുക്കുക. എന്നിട്ട് നമ്മൾ ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് എല്ലാതും ചെയ്തെടുക്കേണ്ടത്. ആദ്യം നമ്മൾ ബ്രെഡ് കൊണ്ട് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മുടെ പാന് മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട്, ബ്രെഡാകുമ്പോൾ നമുക്ക് ശരീരത്തിനൊന്നും കേടില്ലല്ലോ. മൈദയിലേറെ നല്ലത് ബ്രെഡാണ്. നല്ല രുചിയുമുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാതും മുട്ടയിൽ ശരിക്കും മുങ്ങണം കേട്ടോ. ഇങ്ങനെ പകുതിയായിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പാന് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. നമുക്കിങ്ങനെ മുട്ടയിൽ മുക്കുക, ഇതിലേക്ക് വെക്കുക. ഇനി ഇടയൊക്കെ തൂർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്താലുള്ളൂ നമ്മുടെ സെറ്റായി ശരിക്ക് കിട്ടുക. എന്നാലുള്ളൂ നമ്മുടെ മസാല നമ്മളിത് മറിച്ചിടുമ്പോൾ, ഇത് വേവായി കിട്ടുമ്പോൾ നമുക്ക് ശരിക്ക് സെറ്റായിട്ടുണ്ടാവും. അതെല്ലാം ഒരുമിച്ച് സെറ്റായിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് തൂർത്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി ആ മസാല റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ. നല്ല രുചികരമായൊരു ബ്രെഡ് പോളയാണിത് കേട്ടോ, ചിക്കൻ വെച്ചിട്ടുള്ള. അപ്പോൾ നമ്മൾ മസാല ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഫുള്ള് മസാല ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മസാല എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ നല്ല ചിക്കനൊക്കെ കൂടുതലുണ്ടെങ്കിൽ വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗം ഇങ്ങനെ മടക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എവിടെയൊക്കെയാണ് ബ്രെഡ് ഇല്ലാത്തതെങ്കിൽ ബ്രെഡെല്ലാം നമ്മൾ മുട്ടയിൽ മുക്കിയതിന് ശേഷമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ബ്രെഡ് ഒരിക്കലും പൊടിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ മുട്ടയിൽ മുക്കിയതിന് ശേഷം വേണം എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ഞാൻ എല്ലാ ഭാഗവും സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി വരുന്ന ആ പാലും മുട്ടയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ഇത് നല്ലപോലെ, അപ്പോൾ ഇതിൽ എനിക്ക് കുറവാണ്, മുട്ടയും പാലും കുറവാണ്. അപ്പോൾ ഞാൻ വേറെ കുറച്ചും കൂടി ഒരു മുട്ട എടുത്തിട്ട് കുറച്ച് പാലും കൂടി കൂട്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നാലുള്ളൂ നമ്മളെ ഇത് നല്ലതുപോലെ സെറ്റായി കിട്ടുക. ആ മുട്ടയും പാലൊക്കെ വേണം മറിച്ചിടുമ്പോഴും ആ ഭാഗത്ത് വേണം, അപ്പോഴുള്ളൂ ഇത് പൊടിയാതെ നമുക്ക് ശരിയായി കിട്ടുക കേട്ടോ.
അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെച്ചു. ഈ പാന് പിന്നെ കട്ടിയില്ലാത്തൊരു പാനായാലും കട്ടിയില്ലാതായാലും ഒക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ആ പാനൊന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കും. എന്നിട്ട് നമ്മൾ ഈ സെറ്റ് ചെയ്ത ഈ ബ്രെഡ് പോളയുടെ പാൻ അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു 20 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് ചട്ടി ചൂടായത് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. നിങ്ങൾ ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൽ ബട്ടറോ നെയ്യോ വേണമെങ്കിൽ ആ പാനിൽ ബ്രെഡ് വെക്കുന്നതിന് മുമ്പ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കരിയാതെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് കാണിക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് സെറ്റ് ആകുമ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിന്നിട്ട് ഞാനിതിപ്പോൾ മൂടി വെച്ച് 20 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കണേ. 20 മിനിറ്റിന് ശേഷം ഞാനിത് മറിച്ചിട്ട് കൊടുക്കാൻ പോകാം കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് മൈദയുടെ മാതിരിയല്ല, നമുക്ക് ബ്രെഡ് ആകുമ്പോൾ പെട്ടെന്ന് അടിഭാഗം ചുവപ്പ് കളർ വരും. അതെഴുതി നമ്മളത് കരിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇതൊന്ന് മറിച്ചിട്ട് ഇത് പൊട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ ശ്രദ്ധയോടെ ചെയ്യണം കേട്ടോ. മറിച്ചിടുമ്പോൾ നല്ലപോലെ സെറ്റായി വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കണ്ടാവും നല്ലതുപോലെ വേവായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കരിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, ഇത് ചുമപ്പ് കളർ വരും. ബ്രെഡ് ആയതിനെ കൊണ്ട് നമുക്ക് നല്ല വെള്ള കളറായി കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വേവായി കിട്ടില്ല. അപ്പോൾ ശരിക്കും വേവാണല്ലോ. അപ്പോൾ ഞാൻ തിരിച്ച് മറിച്ചിട്ടത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ ആ ചൂടോടെ തന്നെ കട്ട് ചെയ്യരുത്. ഒന്ന് ചൂട് പോയതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ചൂടോടെ ചെയ്താൽ കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് തണുക്കുമ്പോഴാണ് നമുക്കത് നല്ലപോലെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ ഓരോ പീസാക്കി കട്ട് ചെയ്ത് നമുക്ക് ഒരു വയറ് നിറഞ്ഞ വരെ ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ നല്ല പോലെ മസാലയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒന്ന് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ പോളയാണ്. അപ്പോൾ നമ്മുടെ രുചികരമായ ചിക്കൻ പോള റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട്. നമുക്ക് മക്കൾക്ക് ഒരു കഷ്ണം കൊടുത്താൽ തന്നെ വയറ് നിറച്ചും കഴിക്കാം. അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല രുചികരമായി ചിക്കൻ പോള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല വീഡിയോവുമായി ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.